നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,492ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് ഈ കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് കന്നിമാസം 23 തീയതിയാണ്. ശകവർഷം 1947 ആശ്വിനമാസം 17 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 9 തീയതിയാണ്. ഇന്ന് കൃഷ്ണപക്ഷത്തിലെ തിഥി തൃതീയ തിഥിയാണ്. വൈകിട്ട് രാത്രിയിൽ 10:54 വരെ ഈ തൃതീയ തിഥിയുണ്ട്. തുടർന്ന് ചതുർത്ഥി തിഥി ആരംഭിക്കും. നക്ഷത്രം വരുന്നത് ഭരണി നക്ഷത്രമാണ്. രാത്രി 8 മണി 2 വരെയുള്ള സമയത്താണ് ഭരണി നക്ഷത്രം. തുടർന്ന് കാർത്തിക നക്ഷത്രമാണ്. കരണം വരുന്നത് പശുക്കരണമാണ്. ഉച്ചയ്ക്ക് 12:37 വരെയുള്ള സമയത്താണ് പശുക്കരണമുള്ളത്. നിത്യയോഗം വരുന്നത് വജ്രനാമ നിത്യയോഗമാണ്. രാത്രി 9:32 വരെ ഈ വജ്രനാമ നിത്യയോഗമുണ്ട്. ഞാറ്റുവേല അത്തം ഞാറ്റുവേല തന്നെ തുടരുന്നു. ഋതു ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനകാലമാണ്. ഇന്ന് ദിവസം വ്യാഴത്തിൻ്റെ ഗുരുവിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് 6:15:31 വൈകിട്ട് 6:06:43 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 51 12 പകലിൻ്റെ ദൈർഘ്യത്തിനാണ് ദിനമാനം എന്ന് പറയുന്നത്. ഇത് മധ്യ കേരളത്തിലേതാണ് ഈ ഉദയാസമയങ്ങളും ദിനമാനവും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വടക്കോട്ടും തെക്കോട്ടും മാറുന്തോറും ഉണ്ടാകുന്നതാണ്. രാഹുകാലം സംഭവിക്കുന്ന ഉച്ചയ്ക്ക് 1:40 തുടങ്ങി 3:08 അവസാനിക്കുന്നു. ഗുളികകാലം രാവിലെ 9:13 തുടങ്ങി 10:42 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് രാവിലെ 6:15 മുതൽക്ക് 7:44 വരെയുള്ള സമയത്താണ് യമകണ്ഠകകാലം വരുന്നത്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർദ്ധിച്ചിട്ടുള്ളതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:47 തുടങ്ങി 12:09 വരേക്കും. തുടർന്ന് മധ്യം 4 മിനിറ്റ് വർദ്ധിച്ച് 12:13 മുതൽക്ക് 12:35 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന ആചാര്യ സമ്മതമുള്ളതാണ്. ചന്ദ്രാഷ്ടമം വരുന്നത് കന്നിക്കൂറുകാർക്കാണ്. ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ചന്ദ്രൻ 8ാം ഭാവത്തിലാകയാൽ ഇന്നത്തെ ദിവസം ശുഭമായിട്ടുള്ള ദിവസമല്ല. നൂതനമായിട്ടുള്ള കർമ്മങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള യാത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് വർജിക്കാൻ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം ഉദയത്തിന് വരുന്ന നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. സാഹസ കർമ്മങ്ങൾ, ദാരുണ കൃത്യങ്ങൾ, ശത്രു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിഷം സംബന്ധിച്ച കാര്യങ്ങൾ, കൂപം, തടാകം മുതലായിട്ടുള്ളവ ഉണ്ടാക്കുക, കൃഷി, അതുപോലെ അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെയാണ് ഈ ഭരണി നക്ഷത്രം അനുകൂലമായിട്ടുള്ളത്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഇന്ന് ഈ നക്ഷത്രം വിധിച്ചിട്ടുള്ളതല്ല. ഇന്ന് തിഥി വരുന്നത് തൃതീയ തിഥിയാണ്. അത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും, അന്നപ്രാശനാദി, സംഗീത വിദ്യാഭ്യാസം, സീമന്തം, ശില്പകർമ്മങ്ങൾ മുതലായിട്ടുള്ള കർമ്മങ്ങൾക്കൊക്കെയും തൃതീയ അനുകൂലമാണ്. എന്നാൽ നക്ഷത്രം ഭരണിയാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭകാര്യങ്ങൾക്ക് തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. നമസ്കാരം.